വെൽക്കം ടു മലേഷ്യ വ്ലോഗ് ഡേ 1. ഞങ്ങളിപ്പോൾ അതാ മലേഷ്യൻ എയർപോർട്ടിലെത്തി ടാക്സി പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ എയർപോർട്ട് ഒരു മോളിനകത്താണ്. അപ്പോൾ മോളിലൂടെ വേണം നമുക്ക് നടന്ന് ടാക്സി പോയിന്റിൽ എത്താൻ. ഞങ്ങൾക്ക് ഇത്രയും വലിയ ടാക്സിയാണ് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി. ടാക്സിയുടെ കൂടെ ഈ പ്രായത്തിലും നല്ല എനർജറ്റിക് ആയി ബേസിക് ആയിട്ടുള്ള തമിഴ് സംസാരിക്കുന്ന ഒരു സാരഥീനെയും കിട്ടി. ആളുടെ എനർജി ലെവൽ കൊണ്ട് ഞങ്ങളുടെ ടയർഡ്നെസ് ഒക്കെ മാറി. Welcome Malaysia, okay? Thank you. Very nice to Malaysia. And then the good country, the India. Woo woo woo. Pada 3, 4, 5, 6, 7, 8, 9, 10. Pada 1, pada 2, pada 3, pada 4, pada 5, pada I don't know. Pada 4, pada 8, pada 7, pada 8, pada 9, 20, 21, 22, 23, 24, 25. Wow. I don't know. Very good, very good. Talk more in Tamil. நீ சாப்பிடுமா? சாப்பிடுற? போயிட்டு சாப்பிடலாம். போய் சாப்பிடுற? நீங்க தமிழ் நடந்துச்சு. I can talk the தங்கச்சி. தங்கச்சியா? அம்மா. கோயில். கோயில். அப்புறம் little only. Okay, little, but this is really good. You are talking good Tamil. At least people can understand. Oh my God. Very happy to hear you talking in Tamil. And you know, our language is almost similar to Tamil. Yeah. So you counted from 1 to 25, which is almost similar to our language. Yeah. Malayalam. Malayalam. Yeah, Malayalam. Malayalam. Yeah. Oh, okay. മലേഷ്യയിൽ ഒരുപാട് തമിഴന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ ഇദ്ദേഹത്തിനൊരു തമിഴ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തു നിന്നാണ് ഈ തമിഴൊക്കെ പഠിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിന് നമ്മുടെ തമിഴിൽ പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാരോട് തമിഴ് സംസാരിക്കാത്തത് കൊണ്ട് ആൾക്ക് ആ ഒരു നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആള് MGRന്റെ ഒരു വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് പഴയ സിനിമകളെ പറ്റിയുള്ള ധാരണ മാത്രമേ ഉള്ളൂ. പുതിയ സിനിമകളൊന്നും ആൾ കാണാറില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. நான் வந்து தமிழ்நாட்டுல 11 வருஷம் 11 இயர்ஸ் நான் வந்து அங்கதான் இருந்தேன். அங்கதான் வர்க் பண்ணேன். அதனால எனக்கு தமிழ் நல்லா தெரியும். நல்லா தெரியும். எழுத தெரியும், படிக்க தெரியும், எல்லாமே தெரியும். ஐயோ. நான் கொஞ்சம் But being a non-Indian, you're talking good Tamil. Tamil. Yeah. Oh. I like the Tamil. I like the Tamil video. Tamil videos. Yeah. You watch Tamil movies? Movie I like. Which is your favorite actor? You understand? I movie you the MGR. വർത്താനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കാണിച്ചു തരുമോ, മാസ്ക് ഊരിയിട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നമുക്ക് വേണ്ടി മുഖം കാണിച്ചു തന്നു. Remove your mask. Just hi. Yeah. Thank you. ഇദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ കാരണം ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. ഞങ്ങൾ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നാട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് മലേഷ്യ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്ന് ഞങ്ങൾ തമ്മിൽ നോളേജ് എക്സ്ചേഞ്ച് ചെയ്തു ഈ ട്രാവലിൽ. എയർപോർട്ടിൽ നിന്ന് KLCCയിലോട്ട്, അതായത് ക്വാലാലംപൂർ സിറ്റി സെൻറ്ററിലോട്ട് ഏകദേശം 1 മണിക്കൂറാണ് ട്രാവൽ. ഞങ്ങൾ സിറ്റി സെൻറ്ററിലാണ് താമസിച്ചത്. ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് സ്ഥലങ്ങളുടെ ബോർഡ് കണ്ടത്. അതിലൊന്നായിരുന്നു സൈബർ ജയ. ഈ സൈബർ ജയയുടെ പിന്നിലൊരു ചെറിയൊരു കഥയുണ്ട്. 8-10 വർഷം മുന്നിലുള്ള കഥയാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി ആയിരുന്നു എൻ്റെ ക്ലയൻറ്റ് എങ്കിലും അവരുടെ ഒരു ഓഫീസ് സൈബർ ജയയിലായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് മലേഷ്യയിലെ സൈബർ ജയോ, ഇതെന്താ ഈ സൈബർ ജയ ഇങ്ങനെ ഒരു സ്ഥലപ്പേര് എന്നുള്ളത്. ഏകദേശം 10 വർഷത്തിന് ശേഷം ഇതേ സൈബർ ജയയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പണ്ട് സൈബർ ജയ എന്നൊക്കെ കേട്ട സമയത്ത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്ന്. നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ പിന്നീട് നടക്കും. ഇതുപോലെ
ഈ കാണുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇവിടെ ടോളിൽ യൂസ് ചെയ്യുന്നത്. ടോൾ എത്തുമ്പോൾ ഈ മെഷീൻ ഇങ്ങനെ കാണിച്ചാൽ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ക്യാഷ് കട്ടാവും. അവിടെ ബോർഡിൽ കാണിക്കുന്നുണ്ട് എത്ര ക്യാഷ് കട്ടായി എന്നുള്ളത്. ദുബായിൽ എനിക്ക് തോന്നി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഹൈ സ്പീഡിൽ പോയാലും ഓട്ടോമാറ്റിക്കലി ക്യാഷ് കട്ടായിക്കോളും. ഓരോ രാജ്യങ്ങളിലെ കൂടെയും യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതുപോലെയുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും പറ്റുന്നത്. ഇവിടെ ടോളിന്റെ കാര്യം മാത്രമല്ല, വേറെ പല കാര്യങ്ങളിലും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ദുബായ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം ദുബായിലും അല്ലെങ്കിൽ UAE-യിലും ഭിക്ഷ യാചിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും അങ്ങനെ ഭിക്ഷ യാചിക്കുന്നൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മലേഷ്യയിൽ ഒരുപാട് പേര് പൊതുസ്ഥലത്ത് ഭിക്ഷ യാചിക്കുകയും അതുപോലെ തന്നെ റോഡ് അരികിലൊക്കെ ഒരുപാട് പേര് കിടന്നുറങ്ങുന്നതൊക്കെ കണ്ടു. എന്തുകൊണ്ടാണ് ദുബായും മലേഷ്യയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചത് മലേഷ്യ ദുബായ് പോലെ തന്നെ ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അത് അങ്ങനെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ദുബായ് പോലെ തന്നെ റോഡുകൾക്കൊക്കെ നല്ല വീതിയുണ്ട് എന്നുള്ളതാണ്. കൂറ്റൻ കെട്ടിടങ്ങൾക്ക് പണ്ടേ പേര് കേട്ടിട്ടുള്ളതാണ് മലേഷ്യയിലെ ക്വാലാലംപൂർ എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ട് ഈ ക്വാലാലംപൂർ സിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ റോഡിന് വീതി കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ദുബായിൽ കാർ ഓടിച്ച് ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ ലണ്ടനിലെ റോഡിന്റെ വീതി കുറവ് കാരണം ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്ന് എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മലേഷ്യയിലെ റോഡൊക്കെ നല്ല വീതിയുണ്ട്. റോഡിന്റെ വീതി മാത്രമല്ല, നല്ല ട്രാഫിക്കും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ക്വാലാലംപൂർ വരുന്നവര് വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ യാത്ര ഒഴിവാക്കി ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഹോട്ടലെത്തി. അതിന്റെ പുറകിലായിട്ടിന് പെട്രോനാസ് ട്വിൻ ടവർ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ താമസിക്കുന്നത് സിറ്റിയിൽ തന്നെയാണ്. ഈ സിറ്റി, അതായത് ക്വാലാലംപൂർ സിറ്റി സെന്ററിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിലും ഒരുപാട് സൗത്ത് ഇന്ത്യൻസിനെ കാണാൻ കഴിഞ്ഞു. സിറ്റിയിൽ റൂം എടുത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും പോവാൻ വളരെ ഈസിയാണ്. പതിനഞ്ചാമത്തെ നിലയിലാണ് ഞങ്ങളുടെ റൂം. സാധാരണ ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഹോട്ടൽ റൂംസിലാണ് താമസിക്കാറ്. ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി 2 ബെഡ്റൂം ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണ് എടുത്തത്. അതാവുമ്പോൾ നമുക്ക് ശരിക്കും ഒരേ വീട്ടിൽ നിൽക്കുന്ന പോലെയുള്ള ഫീൽ ആയിരിക്കും ഇവിടെ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്. ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോട്ടലിനേക്കാളും കൂടുതൽ സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് അവൻ, സ്റ്റവ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റവ് ഉള്ളത് കൊണ്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് അതിന് പറ്റിയ പാത്രങ്ങളും തവികളും കത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് സിറ്റി വ്യൂ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂമെന്നും ഒരു ബെഡ്റൂമെന്നും ഈ ഒരു വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദേ ആ കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. രാത്രി സിറ്റി വ്യൂ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സിറ്റി വ്യൂ. ഇനി ഇന്നത്തെ പ്ലാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. ഇന്നലെ പാതിരാത്രിയാണ് ഫ്ലൈറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ടയേർഡാണ്. ആകെ 3-4 മണിക്കൂർ മാത്രമേ എല്ലാവർക്കും ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങുക എന്നുള്ളത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല, പ്രത്യേകിച്ച് വീട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 പേർക്കും ഒന്ന് സ്വസ്ഥമായിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങണം. അതിനുശേഷമാണ് ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. ഞങ്ങൾ 2 ബെഡ്റൂം ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് 2 ബാത്റൂം ഉണ്ടാവണം എന്നുള്ളത്. ഈ കാണുന്ന ബാത്റൂം ശരിക്കും ഈ വാതിലിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ ബാത്റൂം കണ്ടില്ല. ഞങ്ങൾ ആ സമയത്ത് വിചാരിച്ചത് ബുക്ക് ചെയ്തപ്പോൾ അവരെ നമ്മളെ പറ്റിച്ചു എന്നായിരുന്നു. പിന്നീടായിരുന്നു ഈ ഒരു ബാത്റൂം നമ്മൾ കണ്ടത്. ഇവിടെ നല്ല സൗകര്യമുണ്ട്. ആദ്യം തന്നെ ഈ ഒരു റൂമിനകത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഹാങ്ങേഴ്സും പിന്നെ അയൺ ചെയ്യാനുള്ള അയൺ ടേബിളും ഒക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം ശരിക്കും വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. ടബും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുളിക്കാനുള്ള ഏരിയയും ഒക്കെ ഉണ്ട്. എല്ലാ ബുക്കിങ്ങും ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് തന്നെ ഹോട്ടലുകാരെ വിളിച്ച് കംപ്ലൈന്റ് പറയാനിരിക്കുമായിരുന്നു ഒരു ബാത്റൂമേ ഉള്ളൂ എന്ന്. അതിനിടയിലാണ് ഈ വാതിലിന്റെ പുറകിൽ ബാത്റൂമിനെ കണ്ടെത്തിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് 4 പേർക്കും ആശ്വാസമായത്. ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പതാ റെഡിയായി ഹോട്ടലിന്റെ താഴെ വന്ന് നിൽക്കുകയാണ്. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി വരും. ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് ടാക്സി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ എത്തിപ്പെട്ടത്
അടയാർ ആനന്ദഭവൻ റെസ്റ്റോറൻറ്റിലാണ്. അതാകുമ്പോൾ തമിഴ് ഫുഡ് കഴിക്കാമല്ലോ, പിന്നെ കുറച്ചും കൂടെ നമ്മുടെ നാടുമായിട്ട് സിമിലർ ആയിരിക്കും അവിടുത്തെ ഫുഡ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് അബദ്ധമായിന്ന് പിന്നീട് ഞങ്ങൾക്ക് തോന്നി. ഇവർ 3 പേരും ഓർഡർ ചെയ്തത് മീൽസ് ആണ്, ഞാൻ ഓർഡർ ചെയ്തത് മിനി മീൽസ് ആയിരുന്നു. ഭക്ഷണം ഒരു ആവറേജ് എന്ന് പോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടയാർ ആനന്ദഭവനിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ഈ പ്ലേറ്റിൽ കാണുന്ന എണ്ണ ഈ ഒരു തോരനിൽ നിന്ന് മാത്രമാണ്. ചെന്നൈയിലെ അടയാർ ആനന്ദഭവനിൽ നിന്ന് പല പ്രാവശ്യം ഭക്ഷണം കഴിച്ച എനിക്ക് ഇതൊരു അത്ഭുതം തന്നെയായിരുന്നു. എണ്ണ മാത്രമല്ല, ടേസ്റ്റും ബിലോ ആവറേജ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബാട്ടു കേവ്സിലോട്ടാണ്, അതായത് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുരുകൻ ക്ഷേത്രം. സോ ഫൈനലി ഞങ്ങൾ ബാട്ടു കേവ്സിൽ എത്തിയിരിക്കുകയാണ്, അഥവാ മുരുകൻ ക്ഷേത്രം, മലേഷ്യയിലെ മുരുകൻ ക്ഷേത്രം. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വലിയ മുരുകൻ്റെ സ്റ്റാച്യു. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്, പക്ഷെ ശരിക്കും അത് വലുതാണ്. ഈ കളറിൽ കാണുന്നതൊക്കെ പടിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറി നേരെ മേലെ എത്തണം. ബാട്ടു കേവ്സ് ക്വാലാലംപൂരിലെ വൺ ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ കാണുന്ന സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം മേലെ ക്ഷേത്രത്തിലെത്താൻ. ഇത്രയും സ്റ്റെപ്പ് കണ്ടതുകൊണ്ട് തന്നെ അമ്മ താഴെ ഇരുന്നു, ഞങ്ങൾ 3 പേരുമാണ് മേലെ പോയത്. ഇത്രയും പടി കയറി ഞങ്ങൾ മേലെ എത്തി. ഭയങ്കര ടയർഡാണ്. മേലെ വന്നിട്ടുള്ള വ്യൂ ശരിക്കും വേർത്താണ്, പക്ഷെ കുത്തനെയുള്ള സ്റ്റെപ്പാണ്, ഭയങ്കര കുത്തനെയാണ്. ഇതാണ് ബാട്ടു കേവ്സ്. ഇവിടെയൊക്കെ ഓരോ ചെറിയ പ്രതിഷ്ഠകളുണ്ട്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് ശരിക്കും ഒരു വലിയ ഗുഹയാണ്. ഗുഹയുടെ അകത്താണ് ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അകത്ത്. നമ്മുടെ നാട് പോലെ തന്നെ അമ്പലത്തിന്റെ അടുത്തായി ഒരുപാട് കടകളുണ്ട്. അതായത് ഗുഹയുടെ അകത്ത് എന്ന പ്രതിഷ്ഠകൾക്ക് മുന്നായിട്ടാണ് ഈ കടകളുള്ളത്. ക്ഷേത്രത്തിന്റെ സമയം രാത്രി 9 മണി വരെ ഉണ്ടെങ്കിലും ഈ കടകളൊക്കെ ഏകദേശം ഒരു 7 മണി ആകുമ്പോൾ തന്നെ അടച്ചവർ വീട്ടിൽ പോകും. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കടക്കാരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അമ്പലത്തിൽ വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അമ്പലത്തിൽ വരുമ്പോൾ മുട്ടിന്റെ താഴെയുള്ള ഡ്രസ്സ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട് വരെയുള്ള ഡ്രസ്സോ അതിന്റെ മേലെയുള്ള ഡ്രസ്സോ ഇവിടെ അലൗഡ് അല്ല. ഞങ്ങള് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആരാധനാലയങ്ങളിലൊക്കെ ഇതേ റൂൾസ് ആണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്കേർട്ടും ഏട്ടൻ പാൻസും ആണ് ഇട്ടത്. അഥവാ ഇറക്കം കുറഞ്ഞ ഡ്രസ്സാണെങ്കിൽ താഴെന്നൊരു ഷോള് വാങ്ങിച്ച് അത് കെട്ടിയിട്ട് വേണം അകത്തേക്ക് വരാൻ. അപ്പൊ നമ്മൾ ഏത് ആരാധനാലയത്തിൽ പോവുകയാണെങ്കിലും അത് ചേർച്ച് ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, ക്ഷേത്രം ആയിക്കോട്ടെ, ഡീസന്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് ഇതുപോലെ ഷോള് വാങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് കാരണം നമുക്കൊരു പക്ഷേ നല്ലൊരു സ്പോട്ടായിരിക്കും മിസ്സാവുക. അങ്ങനെ ഫൈനലി ഇതിൻ്റെ ലാസ്റ്റ് സ്ഥലത്തെത്തി, വള്ളി ദൈവാനി ടെമ്പിൾ അവിടെ എത്തി. ഇതാണ്, ഇതോടുകൂടി കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ വന്ന വഴി നേരെ തിരിച്ചു പോകണം, ആ വഴി അങ്ങോട്ട് പോകണം. ഇറ്റ്സ് ആക്ച്വലി വർത്ത് കമ്മിങ് ഹിയർ. ഇത്ര സ്റ്റെപ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് നല്ല, ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, ചെറുത ചാറലുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. നല്ല സ്റ്റെപ്സൊക്കെ ഭയങ്കര കുത്തനെയാണ്. അപ്പം കയറാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ കാലുവേദനയുള്ള ആൾക്കാരൊന്നും വരാതിരിക്കണതാണ് നല്ലത്. കുറേ സ്റ്റെപ്സ് ഉണ്ട്, കുത്തനെയുള്ള സ്റ്റെപ്സ് കയറുകയും ചെയ്യണം, നമ്മൾ ഇറങ്ങുകയും ചെയ്യണം. ഇവിടെ ശരിക്കും ഒരു തമിഴ് വൈബാണ്, തമിഴ്നാട്ടിലെ ഒരു വൈബ്. ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്. ഈ കേവിൻ്റെ, ഇതാണ് കേവിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ടൊക്കെ കുറേ അമ്പലങ്ങളാണ്, കുറേ പ്രതിഷ്ഠകൾ. അപ്പോൾ വിശ്വാസികളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതും ഒക്കെ പ്രതിഷ്ഠകളാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം 7 മണി വരെയാണ് ഈ അമ്പലം ഉള്ളത്. ശരിക്കും അവിടെ 9 മണിന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ 7 മണിക്ക് തന്നെ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക. ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റൊക്കെ കുറച്ച് പോയി തുടങ്ങി. അപ്പോൾ ഫോട്ടോസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസ് എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ പോകും. ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ രാത്രിയായി. ഇവിടെ നിന്നൊരു അടിപൊളി വ്യൂ ഉണ്ട്. ആ വ്യൂ കാണാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ 50ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 51ാമത്തെ നിലയിൽ. ഇവിടെയാണ് ജിമ്മും പിന്നെ സ്വിമ്മിംഗ് പൂളും ഉള്ള ബാക്കിയുള്ള അമ്യൂണിറ്റീസൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ അമേസിങ് ആണ് ഇവിടുത്തെ.
എൻ്റെ നേരെ മുന്നിലുണ്ട് വ്യൂ. ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഇൻഫിനിറ്റി പൂളായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഒരു സൈഡ് പെട്രോണാസ് ട്വിൻ ടവറിന്റെ വ്യൂവും മറ്റേ സൈഡ് ക്വാലാലംപൂർ ടവറിന്റെ വ്യൂ ആയിരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഈ ടവറിന്റെ കളർ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ആ ചേഞ്ച് കാണാനും നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം അവിടുന്ന് നേരെ ഞങ്ങൾ ജിമ്മിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മലേഷ്യയിലത്തെ ആദ്യത്തെ ദിവസം. ഇനിയും ഒരുപാട് മലേഷ്യൻ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.